ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഹക്ക നൂഡിൽസാണ് കേട്ടോ. ഒരു നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ വരുന്ന ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതാ ചിക്കൻ ബ്രസ്റ്റ് പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം എടുത്തുങ്ങാനിട്ട് അവിടെ വെള്ളമൊഴിച്ച് മാറ്റി വെക്കാം. അതൊന്ന് ഐസ് വിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനതിവിടെ വെള്ളമൊഴിച്ച് വെക്കുന്നുണ്ട്. ചിക്കൻ ഐസ് വിടുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അതിനുവേണ്ടി ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, സവാള, വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കൂടെ വേണം കേട്ടോ ഇതിനകത്ത്. പിന്നെ ഇതാ ഇതിനകത്തേക്ക് വേണ്ട മെയിൻ സാധനം നമ്മുടെ നൂഡിൽസ്, അതും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പച്ചക്കറികളെല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കെല്ലാം നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതാ പച്ചമുളകൊന്ന് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പച്ചമുളക് അവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ വെളുത്തുള്ളിയില്ലേ, വെളുത്തുള്ളി ഇതുപോലെ കുഞ്ഞാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. അരച്ച് നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റ് വേണ്ട, ഇതുപോലെ പൊടി പൊടിയായി അരിഞ്ഞാണ് കേട്ടോ എടുക്കേണ്ടത്. അതും അവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സവാള എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അങ്ങനെ നമ്മുടെ സവാള ഇവിടെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കുക. ഇനി എടുത്തിരിക്കുന്നത് ക്യാബേജാണ് കേട്ടോ. ക്യാബേജ് നൈസായിട്ട് കുറച്ച് നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി, ഒട്ടും കട്ടി പാടില്ല കേട്ടോ, ഭയങ്കര നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ക്യാപ്സിക്കും നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ ചെറുതാക്കി അരിയുന്നതിനേക്കാളും ഒന്നും കൂടെ ആ ഒരു ഭംഗിയും ആ ഒരു തട്ടുകടയിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഇതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതുപോലെ കുറച്ച് നീളത്തിൽ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ അരിഞ്ഞെടുത്ത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഐസ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞാക്കിയാണ് കേട്ടോ അരിഞ്ഞെടുക്കേണ്ടത്. എല്ലില്ലാത്ത പീസാണ് കേട്ടോ ഇതിനായിട്ട് വേണ്ടത്. ഇതേ ഇപ്പം കണ്ടില്ലേ, ഇതുപോലെ ചെറുതാക്കിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ചിക്കനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ബാക്കി കാണാം കേട്ടോ. അപ്പോൾ ആ ചിക്കനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കൊന്ന് മസാല തേച്ച് വെക്കണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മസാല തേക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആക്കുന്നത് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ, കുരുമുളക് പൊടി, ജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, ഇത്രയും പൊടികളാണ് എടുത്തിരിക്കുന്നത്. ഇത് നേരെ അതിനകത്തേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് സൊർക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീരാണെങ്കിൽ അതായാലും മതിട്ടാ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് വയ്ക്കുക. പിന്നെ ഇത് നമ്മൾ മസാല തേക്കുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇത് മസാല തേച്ചിട്ട് നമുക്ക് അവിടെ മാറ്റി വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഒരു പാത്രം വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ ആ നൂഡിൽസ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ നൂഡിൽസ് ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേവ് നമുക്ക് വെന്തോ ഇല്ലയെന്നൊരു സംശയം പോലെ തോന്നണമെങ്കിൽ അതിൽ നിന്നൊരു ഒരെണ്ണം എടുത്തുങ്ങായിട്ടൊന്ന് കഴിച്ചു നോക്കിയാൽ മതി കേട്ടോ. നൂഡിൽസ് വെന്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഊറ്റിങ്ങാനിട്ട് ഇതാ ആ ഉറ്റപ്പാത്രത്തിൽ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേനും അതൊന്ന് ചൂടാറി കിട്ടും. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിനകത്തേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നമുക്ക് ഇഷ്ടമുള്ള മസാലയിൽ ഇതാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു മസാലയാണ് ചെയ്തത്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു മസാല തന്നെയാണ് കേട്ടോ.
ഇപ്പം ചിക്കനൊക്കെ അവിടെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ചും കൂടെ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടുമാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് വാടി വരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായി വാടി വന്നപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ക്യാബേജും അതുപോലെ തന്നെ ക്യാപ്സിക്കോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിനകത്ത് വീഡിയോയിൽ പെട്ടിട്ടില്ല. ഒരു ത്രികോളം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഫുള്ളായിട്ട് വാടിയെടുക്കണ്ട, ഒരു മുക്കാൽ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് വാടി വന്നതിന് ശേഷം ഇത് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊരു ചെറിയ എളുപ്പപ്പണിയാണ്. ഇനി വേറെ പാത്രത്തിൽ ആക്കിയാലാണെങ്കിൽ അതായാലും മതിയിട്ട് ഞാനിപ്പോൾ ഇതിൽ തന്നെ ഇത്തിരി ഒലിവ് ഓയിൽ ഒഴിച്ചിങ്ങാണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ മുട്ട വേറൊരു പാത്രത്തിൽ വാട്ടിയെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തങ്ങായിട്ട് നമ്മൾ കൊത്തിപ്പൊരിക്കൂലേ, ആ രീതിയിലൊന്ന് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ട നമ്മളിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയും നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ആ വെജീസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കണം. നൂഡിൽസ് ഇട്ടതിന് ശേഷം ഒഴിച്ചാലും മതി, പക്ഷെ മിക്സ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ എളുപ്പം ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഇത്ര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നൂഡിൽസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആയാലും നമുക്ക് സോസ് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഇതാവണില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് സോസ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തത്. ഇനി നൂഡിൽസ് ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടെ എളുപ്പമാവും. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവ് തോന്നി, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് വേണ്ടവർ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഞാനിതാ അവിടെ സൊറുക്കല്ലേ, അതൊരു നുള്ള് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം ആവരുത്, ഒരു നുള്ള്, ഒരു പേരിന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസില്ലേ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയും ഈ നൂഡിൽസും എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്തെടുക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ 2 കൈയും പ്രയോഗിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. സംഭവം നല്ല രസമാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായൊരു സമയം മാത്രം പോവുള്ളൂ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ.